അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വിങ്ക പ്ലാന്റ്സിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ വിങ്ക എന്ന് മാത്രമല്ല, ഇതിന് വേറെ ഒരുപാട് പേരുണ്ട്. നിത്യകല്യാണി, പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. ആ പേര് ഈ ചെടീനെ വിളിക്കുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം ഇത്രയും നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് ഇത്ര ഭംഗിയിൽ നിൽക്കുന്ന ആ ചെടിയെ ആ പേര് വിളിക്കുന്നത്, ഞങ്ങൾക്ക് ആ പേര് പറയുന്നതിന് ഇഷ്ടമുണ്ട്. പിന്നെ ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ ആണ് വളരെ സിമ്പിളാണ്. നമ്മളിതിൻ്റെ തണ്ട് നട്ട് എവിടെ നട്ട് പിടിപ്പിച്ചാലും ഇത് പിടിക്കൂട്ടും. പിന്നെ ഇതിൻ്റെ സീഡിട്ട് മുളപ്പിക്കാം. നമുക്ക് ഗാർഡൻ ഇഷ്ടമാണ്, പക്ഷേ ഗാർഡനിക്കൊന്നും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്കൊക്കെ നല്ല ബെസ്റ്റ് പ്ലാന്റ്സ് ആണ്. ഇതൊന്ന് നട്ട് കൊടുത്തതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഹൈബ്രിഡ് അല്ലാത്ത ഒരുപാട് കളറിപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ചെടി കുറച്ച് സെൻസിറ്റീവാണ്. മഴ ഇതിന് അത്ര നല്ലതല്ല. ഒരു 2-3 മഴ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇളകി അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു കിട്ടും. പക്ഷേ വെയിൽ ഈ ചെടിക്ക് പ്രശ്നമില്ല. ഈ പൂവുണ്ട്, ഇത് നല്ല ബഞ്ചായിട്ട് നല്ല ഒരുപാട് ഫ്ലവർ ഇതിലിങ്ങനെ കിട്ടും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതൊക്കെ എനിക്ക് സീഡിട്ട് അങ്ങനെ മുളപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ നമ്മൾ ഈ ചെടി മുറ്റത്ത് നട്ടാൽ പിന്നെ ഇതിൽ പറമ്പിലടക്കം പോയിട്ട് ഇതിൻ്റെ സീഡ് വീണിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ സീഡ് മുളച്ച് വരാൻ ഒരു പണിയില്ല, അത് പെട്ടെന്ന് വളരും ചെയ്യും. ഇപ്പോൾ കല്ലിൽ കൊണ്ടുപോയിട്ടാൽ അത് മുളച്ച് വരും. അങ്ങനെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പറമ്പിൽ നിന്നും ഒക്കെ ഒരുപാട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സീഡിട്ട് ജെർമിനേറ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരുപാട് 2-3 കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോളിനേഷൻ നമുക്ക് പുതിയ കളർ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതുപോലെ എനിക്ക് അങ്ങനെ ഒരുപാട് കളർ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മഴയത്ത് ഇങ്ങനെ സ്ഥലപരിമിതി കാരണം കുറേയൊക്കെ നശിച്ചും പോയി. ഇത്രയൊക്കെ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാലും മഴയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സീഡൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് നമുക്ക് തൈകൾ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ സീഡ് മുളച്ച് വരാനൊന്നും ഒരു പണിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ 10 മണി നട്ടപ്പോൾ അതിൽ കുറച്ച് മണ്ണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ആണിട്ടത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇതുപോലെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഗാർഡൻ കിട്ടും.